വെൽക്കം ടു രൂപാസ് കിച്ചൻ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ബജ്ജി മുളക് കൊണ്ട് ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ബജ്ജിയാണ് ഉണ്ടാക്കുന്നത്. ഈ ബജ്ജി മുളക് വന്നിട്ട് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് കേട്ടോ. അതിന് കുറേ ഗുണങ്ങളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഫുഡിൽ അത് ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ബജ്ജി തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ 2 ബജ്ജി മുളക് എടുത്തിട്ടുണ്ട്. കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇതിൻ്റെ എല്ലാ അളവ് കൂട്ടിക്കൊണ്ടാൽ മതി, ഞാൻ പറയുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ കേട്ടോ. ഇപ്പോൾ 2 മുളക് എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് തുടച്ചിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്യാനായിട്ട്. ചെറുതായിട്ട് കട്ട് ചെയ്യണം. ഇപ്പോൾ കണ്ടോ, ഞാൻ വാഷ് ചെയ്ത് തുടച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് പൊടിയായിട്ട് കട്ട് ചെയ്യാം. 4ആയിട്ട് കീറിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ വിത്തൊന്നും മാറ്റേണ്ട ആവശ്യമില്ല, എന്നുവെച്ചാൽ അതിന് എരിവ് കാണത്തില്ല. ഇതുപോലെ പൊടിയായിട്ട് എല്ലാം ഞാൻ കട്ട് ചെയ്തേക്കാം. കണ്ടോ, ഞാൻ എല്ലാം ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു ബൗൾ എടുക്കുന്നു. അതിൽ വന്നിട്ട് ഒരു 3/4 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കുന്നു. ഇനി അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് അരിപ്പൊടി, അരിമാവ്. സാധാരണ നമ്മൾ ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കാനായിട്ട് മാവ് വാങ്ങിക്കുമല്ലോ, അതുപോലത്തെ അരിപ്പൊടി അതിട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഇതിൽ 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് കായപ്പൊടി അത്യാവശ്യമാണ് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി. പിന്നെ വന്നിട്ട് ഉപ്പ് പൊടി കുറച്ചിടാം, പിന്നെ വേണമെന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തേക്കാം, പൊടികളെല്ലാം. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും കേട്ടോ ഈ സ്നാക്സ്. ഒരു 10 മിനിറ്റ് മാത്രം മതി നമുക്കിത് ചെയ്യാനായിട്ട്. അത്രയും പോലും ആവശ്യമില്ലെന്ന് പറയാം. അപ്പം ഞാനിപ്പോൾ അതിൽ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന, അതായത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബജ്ജി മുളക് ഇട്ട് കൊടുക്കുന്നു. അതിൻ്റെ കൂടെ ഞാൻ ഒരു സവാള പൊടിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, മീഡിയം സൈസ് സവാള കേട്ടോ, അതും കൂടെ ഇട്ട് കൊടുക്കുന്നു. കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, ഇതെല്ലാം നമുക്ക് അതിൻ്റെ കൂടെ ചേർത്തേക്കാം. അപ്പോൾ അതെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം. നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളിത് കുഴച്ചെടുക്കണം. തീരെ ടൈറ്റായിട്ടും വേണ്ട, തീരെ ലൂസായിട്ടും വേണ്ട, അങ്ങനെ ഒരു പരുവത്തിന് കുഴച്ചെടുക്കണം. ഞാൻ കുറച്ചായിട്ട് വെള്ളം ചേർക്കുന്നു കേട്ടോ. ആദ്യമേ നമ്മൾ കൂടുതൽ വെള്ളം എടുത്ത് ഒഴിക്കുകയാണെങ്കിൽ ലൂസായിപ്പോവും. അഥവാ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഈ മാവ് ലൂസായെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് അരിപ്പൊടി കൂടെ ചേർത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർക്കുന്നേ. അവസാനം ഇതിൽ 2 പിഞ്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം, സോഡാപ്പൊടി. എങ്കിൽ അത് നല്ല രീതിയിൽ പൊങ്ങി വരികയും ചെയ്യും. നമ്മളിടുന്ന ആ സ്നാക്സ് നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഇതുപോലെ ഒരു അയഞ്ഞ പരുവത്തിന് നമുക്ക് കയ്യിലെടുത്ത് പിന്നെ എണ്ണയിലിടാനായിട്ടുള്ള പാകത്തിന് വേണം നമ്മൾ മാവ് റെഡിയാക്കാനായിട്ട്. നല്ല രീതിയിൽ കുഴച്ചോണേ. ഇപ്പം ഞാൻ നല്ല രീതിയിൽ കുഴച്ചിട്ടുണ്ട്. കണ്ടോ, കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഇടുമ്പോൾ വീഴണം, അത്രയേ ഉള്ളൂ. നിങ്ങൾ മാവ് കയ്യിലെടുക്കുമ്പോൾ നിങ്ങൾ കൈ ഒട്ടിപ്പിടിക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ കൈ നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട്, അതായത് വെള്ളം നനച്ചിട്ട് മാവെടുത്ത് നമുക്ക് എണ്ണയിലിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. ഇതുപോലെ എടുത്തിട്ട് കൊടുത്താൽ മതി. കറക്റ്റ് ഷേപ്പ് വേണമെന്നൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ എണ്ണ ചൂടാക്കാൻ വെച്ചിരുന്നു, ചൂടായിട്ടുണ്ട്. നല്ല ചൂടാവണം കേട്ടോ എണ്ണ. എന്നിട്ട് നമ്മളത് കുറച്ചായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് പൊരിച്ചെടുക്കണം. സാധാരണ എല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ. പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും.
മാക്സിമം ഇടാൻ പറ്റുന്നുള്ളത് ഇടാം. അപ്പം ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ കൈ ഒട്ടി പിടിക്കുകയാണെന്ന് തോന്നിയാൽ കൈ വാഷ് ചെയ്തിട്ട് ഒന്ന് എടുത്തിട്ട് കൊടുത്താൽ മതി. അപ്പം ഞാൻ മാക്സിമം അതിൽ കൊണ്ടുവന്ന് ഇടുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ബബിൾസൊക്കെ കുറച്ച് അടങ്ങിയ ശേഷം നമ്മൾ മറിച്ചിട്ട് കൊടുക്കണം. ഉടൻ തന്നെ മറിച്ചിടാൻ നിൽക്കരുതേ, എങ്കിലത് പൊടിഞ്ഞു പോവും. അതെല്ലാ സ്നാക്സും അങ്ങനെയാണല്ലോ. കുറച്ച് ബബിൾസൊക്കെ അടങ്ങിയ ശേഷം മറിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഏകദേശം അത് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. 2-3 പ്രാവശ്യം മറിച്ചും തിരിച്ചും ഇട്ട് പൊരിച്ചെടുക്കണം. അത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടും കേട്ടോ. ഇത് താമസമൊന്നുമില്ല. അപ്പോൾ ഇത് ഫ്രൈ ആകട്ടെ. കണ്ടോ, നമ്മുടെ ബജ്ജി നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ബബിൾസൊക്കെ ഏകദേശം അടങ്ങിയിട്ടുണ്ട്. 2 സൈഡ് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. എണ്ണയും അധികം ആയിട്ടില്ല കേട്ടോ, എണ്ണ കുടിച്ചിട്ടില്ല. അടുത്ത ബാച്ചും ഞാൻ ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നേ. അടുത്ത ഞാൻ പിന്നെ ഉണ്ടാക്കിക്കോളാം. കണ്ടോ, സൂപ്പർ ടേസ്റ്റായിട്ടുള്ള നമ്മുടെ വെറൈറ്റി മുളക് ബജി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ എപ്പോഴും നമ്മൾ മുളക് നീളത്തിന് കീറിയിട്ട് ബജി ഉണ്ടാക്കും. ഇത് കുറച്ച് വ്യത്യാസമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടികളൊക്കെ കഴിച്ചോളും കേട്ടോ. എരിവറിയത്തില്ല. ഇങ്ങനെ കഴിച്ചാലേ എരിവേ ഇല്ല. മുളക് ബജി ആണോ എന്നുള്ള സംശയമായിരിക്കും കഴിക്കുന്നവർക്ക്. അത്രയ്ക്ക് നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ബജിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്